ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഏതാണ്ട് 4 കോടി രൂപ മുടക്കി ഈ വരുന്ന 20-ാം തീയതി പമ്പയിൽ വലിയ ആഘോഷം നടത്തുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പേരിലാണ് നടത്തുന്നതെങ്കിലും ഇത് സർക്കാരിന്റെ പരിപാടിയാണ്. ഔദ്യോഗികമായി സർക്കാരിന് നടത്താൻ കഴിയാത്തതുകൊണ്ട് ദേവസ്വം ബോർഡിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു മാത്രം. എന്തിനാണ് ഇങ്ങനെയൊരു ആഘോഷം എന്ന് ചോദിച്ചാൽ ആർക്കും ഒരു ഉത്തരവുമില്ല. മാത്രമല്ല ഇതിന്റെ പിന്നിൽ 2 അജണ്ടകളുണ്ട്. ഒന്നാമത്തെ അജണ്ട ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന സർക്കാരിന് പാർട്ടിക്കുണ്ടായ ക്ഷീണം മാറ്റാനും ഹൈന്ദവ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ച് ഹൈന്ദവ വോട്ടുകൾ സ്വരൂപിക്കാനുമാണ്. മുസ്ലിം വോട്ടുകളുടെ അടിത്തറയിലായിരുന്നു കഴിഞ്ഞ 2 തവണ CPM അധികാരത്തിൽ വന്നതെങ്കിലും PV അൻവർ പുറത്തേക്ക് പോയി പിണറായിയുടെ മുസ്ലിം സ്നേഹം കാപട്യമാണ് എന്ന് വ്യക്തമാക്കിയതോടെ മുസ്ലിം വോട്ടുകൾ കൂട്ടത്തോടെ നഷ്ടപ്പെടുകയും അതുകൊണ്ട് തന്നെ ഇനി ഹിന്ദു വോട്ടുകളിൽ അത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യമാവുകയും ചെയ്തപ്പോൾ ഹിന്ദു വോട്ടർമാരെ പറ്റിക്കാൻ വേണ്ടിയാണ് വെള്ളാപ്പള്ളിയെ പോലുള്ളവരുടെ പിന്തുണയോടെ ഇങ്ങനെയൊരു മാമാങ്കത്തിന് തയ്യാറെടുക്കുന്നത്. ഹിന്ദു വിശ്വാസത്തോടും ആചാരത്തോടും ആത്മാർത്ഥത ലെവലേശം ഉണ്ടായിരുന്നെങ്കിൽ 2018 അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല. ദേവസ്വം ബോർഡ് ആചാരങ്ങൾക്കെതിരായി സത്യവാങ്മൂലം കൊടുത്തതുകൊണ്ടാണ് സുപ്രീം കോടതി ആചാര ലംഘനത്തിന് അനുവദിക്കുന്ന വിധി പ്രഖ്യാപിച്ചത്. ആ വിധിക്ക് അപ്പീൽ കൊടുക്കാനോ റിവിഷൻ കൊടുക്കാനോ ശ്രമിക്കാതെ ആ വിധി ബലം പ്രയോഗിച്ച് നടപ്പിലാക്കാനാണ് പിണറായി വിജയൻ ശ്രമിച്ചത്. ഹിന്ദു വിശ്വാസത്തോടുള്ള പിണറായിയുടെ സമീപനം ഇതാണ് എന്ന് വ്യക്തമായിട്ടും പിണറായി ഇപ്പോൾ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഖജനാവിലെ പണം എടുത്ത് ചെലവഴിക്കുന്ന ഒന്നായി വേണം അയ്യപ്പ സംഗമത്തെ കാണാൻ. രണ്ടാമത്തെ കാരണം 2018 ശേഷം പിണറായി വിജയനുണ്ടായ ദുരിതങ്ങളും ദുരന്തങ്ങളും അദ്ദേഹത്തിന് തേഞ്ഞുമാഞ്ഞു പോയ കേസുകളൊക്കെ സജീവമായത്, അദ്ദേഹത്തിന്റെ മകൾ പോലും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ റഡാറിൽപ്പെട്ടത്, അദ്ദേഹത്തിന് ഗുരുതരമായ രോഗം വന്നത്, ഇതൊക്കെ 2018 ആചാര ലംഘനത്തിന്റെ തുടർച്ചയായി ഉണ്ടായ അയ്യപ്പ കോപം മൂലമാണ് എന്ന് ചില ജ്യോതിഷികൾ വിധിച്ചതിനാൽ പാപപരിഹാരത്തിന് വേണ്ടി നടത്തുന്ന ഏർപ്പാടാണ് എന്നതാണ്. അയ്യപ്പ കോപം ഇല്ലാതാക്കാൻ പിണറായി ഉണ്ടാക്കിയെടുത്ത പാപം പലർക്കായി വീതിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളെ തപ്പിയെടുത്ത് പിണറായി വിജയൻ ഈ കലാപരിപാടി ഒപ്പിക്കുന്നത്. എന്നാൽ വിശ്വാസികൾ ആരും ഈ പരിപാടിക്ക് എത്തുന്നില്ല. എല്ലാവരും ഭയന്ന് മാറി നിൽക്കുന്നു. പിണറായിയുടെ പാപം ഏറ്റുവാങ്ങി പണി വാങ്ങണ്ട എന്ന് തീരുമാനിച്ച് CPM അനുഭാവികളായ വിശ്വാസികൾ പോലും മാറി നിന്നതോടെ അല്പം പോലും വിശ്വാസമില്ലാത്ത ആക്ടിവിസ്റ്റുകളെ കുത്തി നിറച്ച് അയ്യപ്പ സംഗമം നടത്താനുള്ള നീക്കത്തിലാണ് പിണറായി.